ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ്, ആൻറ്റിബയോട്ടിക്കുകൾക്കെതിരെ രോഗാണുക്കൾ ആർജിക്കുന്ന പ്രതിരോധശേഷി, അതിനെ തുടർന്നുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളുമാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ളത്. 2050 ആകുമ്പോഴേക്കും ലോകാരോഗ്യ സംഘടന പറയുന്നത് ലോകത്ത് 1 കോടി ആളുകൾ ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് മൂലം മരണമടയും എന്നുള്ളതാണ്. സർ, വളരെ ഗുരുതരമായിട്ടുള്ളൊരു പ്രശ്നമാണിത്. ഇതിലേക്ക് നമുക്ക് അഭിമാനത്തോടെ പറയാം, കേരള സംസ്ഥാനമാണ് ഇതുമായി ബന്ധപ്പെട്ട് ഒരുപക്ഷെ ആഗോളതലത്തിൽ തന്നെ വളരെ കൃത്യമായ ശാസ്ത്രീയമായിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് മുന്നോട്ട് പോകുന്നത്. അതിലൊരു ഉദാഹരണം പറഞ്ഞാൽ ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് സ്ട്രാറ്റജിക് ആക്ഷൻ പ്ലാൻ ആദ്യമായി രൂപീകരിച്ച സംസ്ഥാനം കേരളമാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ ബ്ലോക്ക് തലത്തിലുള്ള കമ്മിറ്റികൾ രൂപീകരിച്ചുകൊണ്ട് തദ്ദേശ സ്ഥാപനങ്ങളെയും ആരോഗ്യ പ്രവർത്തകരെയും ഒക്കെ തന്നെ പങ്കാളികളാക്കിക്കൊണ്ടാണ് ഈ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത്. ആന്റി ബയോട്ടിക് സ്മാർട്ട് ഹോസ്പിറ്റൽ എന്ന ഒരു ആശയം കൂടി കേരളം മുന്നോട്ട് വച്ചു. സർ, ലോകാരോഗ്യ സംഘടന പറയുന്ന ആക്സസ് ഗ്രൂപ്പിൽ പെടുന്ന ആന്റിബയോട്ടിക്കുകൾ അതിന്റെ ആ രീതിയിൽ തന്നെയാണോ വിനിയോഗിക്കുന്നത് എന്ന് തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വിശകലനം നടത്തിക്കൊണ്ടാണ് ആന്റിബയോട്ടിക് സ്മാർട്ട് ഹോസ്പിറ്റൽസ് അതോടൊപ്പം തന്നെ പ്രിസ്ക്രിപ്ഷൻ ഓഡിറ്റ് ഒക്കെ നടത്തിയാണ് അത് ചെയ്യുന്നത്. സർ, സംസ്ഥാനത്തെ 2 ആരോഗ്യ കേന്ദ്രങ്ങൾ, അത് ആദ്യം കോഴിക്കോട് കക്കോടിയിലുള്ള ആരോഗ്യ കേന്ദ്രമാണ്. അങ്ങനെ 2 ആരോഗ്യ കേന്ദ്രങ്ങൾ ആൻറ്റിബയോട്ടിക് സ്മാർട്ട് ഹോസ്പിറ്റൽസായി രാജ്യത്ത് തന്നെ നവംബറിലാണ് ആദ്യത്തെ കക്കോടിയിലെ ആരോഗ്യ കേന്ദ്രം നമുക്ക് ആൻറ്റിബയോട്ടിക് സ്മാർട്ട് ഹോസ്പിറ്റലായത്. അങ്ങനെ 2 ആരോഗ്യ കേന്ദ്രങ്ങൾ ആൻറ്റിബയോട്ടിക് സ്മാർട്ട് ഹോസ്പിറ്റൽസ് ആയിട്ടുണ്ട്. ഈ വർഷം സംസ്ഥാനത്തെ എല്ലാ ആരോഗ്യ കേന്ദ്രങ്ങളും കുടുംബാരോഗ്യ കേന്ദ്രങ്ങളും ആൻറ്റിബയോട്ടിക് സ്മാർട്ട് ഹോസ്പിറ്റൽസ് ആക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ആരോഗ്യവകുപ്പ് ആവിഷ്കരിച്ചിരിക്കുന്നത്. അവിടെ ഒതുങ്ങുന്നതല്ല, ജില്ലാതലത്തിലും ടെറിഷറി തലത്തിലും, അതായത് മെഡിക്കൽ കോളേജുകൾ, കോട്ടയം മെഡിക്കൽ കോളേജൊക്കെ ഉൾപ്പെടെ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നടത്തുന്നുണ്ട്.